വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നിരന്തരം ഇന്ത്യക്ക് തലവേദന തന്നുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് കഴിഞ്ഞ ദിവസം ഒരു വമ്പൻ തിരിച്ചടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വമ്പൻ തിരിച്ചടി എന്നൊന്നും പറയുന്നില്ല, നമ്മളിനി വമ്പൻ തിരിച്ചടി എന്ന് പറയുന്നില്ല. ഇനിയിപ്പോ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ തിരിച്ചടി വമ്പനാണോ. അതെ, അവർക്കൊരു മാനദണ്ഡം ഉണ്ടല്ലോ എന്താണ് ഈ വമ്പൻ തിരിച്ചടി എന്നൊക്കെ പറയുന്നത്. ഈ അതിനു മുമ്പ് ഒരു ചെറിയൊരു ഒരു കൗതുക വാർത്ത കൂടെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാനിത് ബിജുചേട്ടനോട് ചോദിച്ചിട്ട്, ചേട്ടാ ഇത് നമുക്ക് ചർച്ചയ്ക്ക് ഇരുന്നാലോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടനല്ലേ പറഞ്ഞത് ഈ ഇത് നമുക്ക് അതിന്റെ ഇടയിൽ തമാശ രൂപത്തിൽ പറഞ്ഞു പോകുന്നു. പാകിസ്ഥാൻ ഇപ്പോ കോണ്ടം അതിന്റെ വില കുറയ്ക്കണമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് ഷഹബാസ് ഷെരീഫ്. കാരണം അനിയന്ത്രിതമായിട്ട് അവിടെ ജനസംഖ്യ കൂടുകയാണ്, അതുകൊണ്ട് കോണ്ടത്തിന്റെ വില കുറയ്ക്കണം എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ. അതൊരു ജസ്റ്റ് ഒരു പറഞ്ഞു പോയെന്നേ ഉള്ളൂ, ഒരു ഫണ്ണി ന്യൂസ് ആണ്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് സമീപം പരിശീലനം നടത്തുകയായിരുന്ന പാകിസ്ഥാൻ നാവികസേനയുടെ അത്യാധുനിക നിരീക്ഷണ വിമാനത്തിന് നേരെ ഇലക്ട്രോണിക് വാർഫെയർ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പൊ ലഭിക്കുന്നത്. ഇത് ആരാണ് ചെയ്തത് ബിജുചേട്ടാ? ഇത് പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യയാണെന്നാണ് പറയുന്നത്. എന്താണ് ഈ ഇലക്ട്രോണിക് വാർഫെയർ ആക്രമണം? ഇത് ആരാണ് നടത്തിയെന്ന് വ്യക്തമല്ല എന്നാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇന്നലെ എല്ലാ മാധ്യമങ്ങളും കൊടുത്തു കേട്ടോ. ഇന്ന് മാതൃഭൂമിയൊക്കെ കൊടുത്തിട്ടുണ്ട്, ദേശീയ മാധ്യമങ്ങളിൽ വന്നിട്ടാണ് ഇത് കൊടുത്തത്. പിന്നെ ഡിസംബർ 16 നടക്കുന്ന പതിവ് പരിശീലനത്തിനിടെയാണ് ഈ വാർഫെയർ ആക്രമണം നടന്നത് എന്ന് പറയുന്നു. മാരിടൈം പെട്രോൾ വിമാനത്തിന്റെ വാർത്താവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായി നിശ്ചലമാക്കി എന്നും പറയുന്നുണ്ട്. പരിശീലനത്തിനിടെ പാകിസ്ഥാൻ നാവികസേനയുടെ തന്നെ യർമുക് ക്ലാസ് പെട്രോൾ കപ്പലുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് വിമാനത്തിന് നേരെ ജാമിംഗ് ഉണ്ടായത്. ഈ ജാമിംഗ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ F-35 വിമാനം ഉണ്ടല്ലോ, നമ്മുടെ അവിടെ നിന്ന് പറന്നിറങ്ങിയ ലണ്ടനിൽ നിന്ന് വന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് 3-4 മാസം കിടന്നല്ലോ. ആ വിമാനം ജാം ചെയ്താണ് ഇന്ത്യ അവിടെ ഇറക്കിയതെന്ന് കേട്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ കേട്ടിട്ടുള്ളത് ഇന്ത്യയും റഷ്യയൊക്കെ ആയിട്ട് നല്ല ടൈപ്പ് ആയിട്ട് കേട്ടിട്ട് ഉള്ള വാർത്തയാണ്. നമ്മുടെ ലണ്ടൻ തീരത്ത് ഈ റഷ്യയുടെ അന്തർവാഹിനികൾ വന്നിട്ടുണ്ടായിരുന്നു. റഷ്യയുടെ അന്തർവാഹിനികൾ ബ്രിട്ടന്റെ തീരത്തും ജർമ്മനിയുടെ തീരത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ലണ്ടൻ ആണോ ഇംഗ്ലണ്ട് ആണോ ജർമ്മനി ആണോ എന്ന് എനിക്കറിയില്ല, ഈ അന്തർവാഹിനികളെ നിരീക്ഷിക്കാനായിട്ട് കപ്പലുകളല്ല, ക്ഷമിക്കണം, മറ്റേ വിമാനങ്ങളുണ്ടല്ലോ, അന്തർവാഹിനികളെ നിരീക്ഷിക്കാനായിട്ട് യുദ്ധവിമാനങ്ങൾ കണ്ടോ, അതെ, യുദ്ധവിമാനങ്ങൾ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ യുദ്ധവിമാനങ്ങളെയും സമാനമായിട്ടുള്ള രീതിയിൽ ജാം ചെയ്ത് റഷ്യ ഇറക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത നമ്മൾ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, ന്യൂസ് ഇന്ത്യ മലയാളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എന്തോ ഒരു വശപ്പശക്ക്, ഇന്ത്യയാണോ ഇതിന്റെ പിന്നിൽ? കാരണം ഇപ്പൊ പുടിൻ ഇപ്പൊ വന്നിട്ട് പോയതേ ഉള്ളൂ, പല പുതിയ ടെക്നോളജികളും നമുക്ക് തന്നിട്ട് പോയതേ ഉള്ളൂ. അപ്പൊ ബ്യൂറസ്നെവിക് മിസൈല്, മറ്റേ സമുദ്രത്തിൽ സുനാമി ഉണ്ടാക്കാൻ ശേഷിയുള്ള മിസൈലൊക്കെ തന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം അമേരിക്കയ്ക്കുണ്ട്. അപ്പോഴാണ് ഈ ഒരു പുതിയ സാധനം നമ്മൾ ജാം ചെയ്ത ആ വിമാനം ഇറക്കി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ വാർത്തയാണ്. സംശയം വരെ നമ്മളിലേക്ക് മാത്രം നീണ്ടാ പോരാ, പുടിൻ ഇവിടെ വന്നതും പോയതും F-35 ഇവിടെ ഇറങ്ങിയതും എല്ലാം നമ്മൾ ചേർത്ത് വായിക്കേണ്ടി വരും. എന്ത് തോന്നുന്നു? നമ്മുടെ ഇന്ത്യൻ സേന മുമ്പൊക്കെ നമ്മൾ കേട്ടിരുന്നത് ഈ കരസേനയുടെ ഒരു കരുത്താണ് എല്ലാ രാജ്യങ്ങളുടെയും. ഇപ്പൊ ഇന്ത്യയുടെ കരസേന എത്രയുണ്ട്, പിന്നെ ചൈനയുടെ എത്രയുണ്ട് എന്നൊക്കെയാണ് നമ്മൾ തിരക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ത്യയുടെ ഈ കുറഞ്ഞ നാളുകളായിട്ട് നമുക്ക് ഈ കരസേനയെ കുറിച്ച് ആരും പറയുന്നില്ല. വ്യോമസേനയെ കുറിച്ച് അല്പം സംസാരിക്കുന്ന ആളുകൾ, നാവികസേനയെ കുറിച്ചും വളരെ കുറച്ചാണ് സംസാരിക്കുന്നത്. പക്ഷെ അതൊക്കെ മേലെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യയും മറ്റു രാജ്യങ്ങളൊക്കെ ഒരു വൻ ശക്തിയാണ് എന്ന് പറയുന്ന സാമ്പത്തികം മാത്രം വെച്ചിട്ടില്ല, സാമ്പത്തികമായിട്ട് നമ്മൾ കയറി വരുന്നു എന്നുള്ളത് മാത്രമല്ല, ആയുധക്കരുത്തിലാണ്. അപ്പൊ എവിടെയാണ് ഈ ആയുധക്കരുത്ത്? മുൻപൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കരസേനയുടെ എണ്ണം വെച്ചിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് ഇത്ര ഉണ്ട്, പിന്നെ ഇത്രയും മിസൈൽ നമ്മുടെ ഉണ്ട്, ഇത്രയും പിന്നെ ആണവ പോർമുകളുണ്ട്. പക്ഷെ ഇപ്പോഴും അതാരും പറയുന്നില്ല. ചൈന കരുത്തരാണെന്ന് പറഞ്ഞു, ഇന്ത്യ കരുത്തരാണെന്ന് പറഞ്ഞു. ഇവിടെ എവിടെയാണ് ഇന്ത്യ കരുത്തരാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും ഈ ആണവ പോർമുകളുടെ കാര്യത്തിലൊന്നും പുതിയ കണക്കുകളൊന്നും, സാധാരണ അത് രാജ്യങ്ങളല്ല പുറത്തു വിടുന്നത്, അതിനുള്ള ഏജൻസികളും മറ്റൊക്കെ പുതിയ വിട്ടിട്ടൊന്നുമില്ല. എല്ലാം അതൊക്കെ അതുപോലൊക്കെ തന്നെ കുറച്ച് അഡീഷണൽ ആയിട്ട് കുറേ വിമാനങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ എവിടെയാണ് നമ്മൾ കരുത്താകുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് പുതിയൊരു ടെക്നോളജിയിലേക്കാണ് ഇന്ത്യ കടന്നു കയറുന്നത്. അതായത് ചൈനയും ഇന്ത്യയും ഏതാണ്ട് ഒരേപോലെയാണ് ഈ ടെക്നോളജിയിലേക്ക് കടന്നു കയറുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2025 അദ്ദേഹം പറഞ്ഞു, AI-യുടെ മാതാവായി ഈ രാജ്യം മാറുകയാണ് എന്ന് പറഞ്ഞു. ഈ ഇന്ത്യ മഹാരാജ്യം AI-യുടെ മാതാവായി മാറുകയാണ്, ഇതൊരു ലോകത്തിന്റെ ഹബ്ബായി മാറും എന്ന് അദ്ദേഹം പറയുന്നു. നമുക്കറിയാം ഈ BJP-യുടെ സാധാരണ അവരുടെ ഈ കേന്ദ്ര മന്ത്രിമാരായാലും ഒക്കെ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വപ്നമല്ല അവർ പറയുന്നത്, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതി ഏതാണ്ട് തീരാറാകുമ്പോൾ മാത്രമാണ് അവർ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ടെന്ന്. കാരണം ട്രെയിൻ ആണെങ്കിൽ തന്നെയും ഒരു ട്രെയിൻ നിർമ്മിച്ച് അത് പുറത്തിറക്കുന്നതിന് 2 ദിവസം മുമ്പാണ് പറയുന്നത് നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്ട് ഉണ്ട്, അത് വന്ദേ ഭാരത് എന്നാണ് അതിന്റെ പേരെന്ന് പറയുന്നത്. 2 ദിവസം കഴിയുമ്പോൾ റീൽസ് വരികയാണ്, വന്ദേ ഭാരത് ഓടിത്തുടങ്ങി.
ഇതാണ് അവരുടെ ഒരു പുതിയ രീതി. പണ്ട് കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. ഈ രാഷ്ട്രീയ നേതാക്കൾ നേരത്തെ തന്നെ പറയും, ഞങ്ങള് ഇത് നടപ്പാക്കും, കേരളയിൽ വരും എന്നൊക്കെ പറയും. ഇത് വന്നതിന് ശേഷമാണ് ഇവർ പറയുന്നത്. ഇതാണ് ഇവരുടെ രീതി. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, ഇന്ത്യ ഒരു 3 മാസത്തിൽ ഒരിക്കൽ ചറപറ എന്ന് പറഞ്ഞിട്ടാണ് ഉപഗ്രഹങ്ങൾ വിടുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാല് അതിനെക്കുറിച്ച് പാകിസ്ഥാൻ, നമ്മളിവിടെ ചർച്ച ചെയ്ത വിഷയം തന്നെയാണത്. അതിനെക്കുറിച്ച് പാകിസ്ഥാനിലെ അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരും മറ്റും പറയുന്നത് ഈ ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളൊക്കെ ചെറിയ ഉപഗ്രഹങ്ങളാണ്. പക്ഷെ അതിനൊക്കെ 2 പർപ്പസ് ഉണ്ട്, 2 മുഖങ്ങളുള്ള ഉപഗ്രഹങ്ങളാണ്. ഒന്ന് സിവിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ചിലപ്പോൾ ജലത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ, ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളത്, ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളത്, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് വിടുന്നതെങ്കിലും ഇതിന്റെ മറ്റൊരു സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് എപ്പോ വേണമെങ്കിലും ഇതിനെ ഒരു വെപ്പണാക്കി അവർക്ക് മാറ്റാൻ കഴിയും. അതായത് അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നത്, പാകിസ്ഥാനെ ഒരു നിമിഷത്തിൽ തന്നെ ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ കഴിയും, മൊത്തം ഇരുട്ടിലാക്കാൻ കഴിയും. അതിനുശേഷം എവിടെ വേണമെങ്കിൽ കൊണ്ട് ആക്രമണം നടത്താൻ കഴിയും. ഇതിന് സമാനമായി തന്നെ ഈ ചൈനയും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ടെക്നോളജി വരുന്നു. ഇവിടെ ഇപ്പോൾ നമ്മളുടെ ഈ ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് വമ്പൻ തിരിച്ചടി മാത്രമല്ല, ഒന്ന് നടുങ്ങിയിട്ടുണ്ടാകും. കാരണം ഇന്ത്യയുടെ ടെക്നോളജി നമ്മൾ കണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്തൊക്കെ വളരെ കൃത്യതയോടുകൂടി ഒരു മിസൈൽ പോലും പാഴാക്കാതെ, ഒരു നമ്മുടെ സൈനികന് പോലും ജീവഹാനി സംഭവിക്കാതെ കൃത്യമായി തന്നെ നമ്മൾ അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്തതും ഈ AI സഹായത്തിൽ തന്നെയാണ്. അത് നമ്മുടെ സൈനിക മേധാവികളൊക്കെ തന്നെ പറഞ്ഞു, ഈ AI ടെക്നോളജിയാണ് നമുക്ക് ഇതിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ അതിനെക്കുറിച്ച് ഒരുപാട് അനാലിസിസ് ഒക്കെ നാഷണൽ തലത്തിലും ഇന്റർനാഷണൽ തലത്തിലൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ഈ പാകിസ്ഥാനെ ജാം ചെയ്ത് ഇറക്കുക എന്ന് പറയുമ്പോൾ, ആ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യവും ആ പാകിസ്ഥാൻ ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങളും അതൊരു വലിയ താക്കീത് എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ടെക്നോളജി എന്തുമാത്രം മുന്നേറി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതിപ്പോ ഇന്ത്യ എന്ന് ഞാൻ അടിക്കടി പറയാൻ കാരണം, ഒരുപക്ഷെ ഇനി ഇതിന്റെ സംശയമൊന്നും നീളാൻ സാധ്യത ഒരുപക്ഷെ ചൈനയെ അവർ ടെസ്റ്റിങ്ങിന് വേണ്ടി ചെയ്തതെന്ന് പറയാൻ കഴിയും. പക്ഷെ അങ്ങനെയും ഒരു സാധ്യത ഇല്ല ഇതിനകത്ത്. ഇല്ലെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇന്ത്യൻ സമുദ്രാതിർത്തിയിലാണ് സംഭവം നടന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ മുമ്പ് നമ്മുടെ ഈ F-35 എങ്ങനെയായിരുന്നു ജാമിങ് ചെയ്തതെന്ന് വെച്ചാൽ, ഇന്ത്യ പസഫിക് മേഖലയിലൂടെ തായ്വാന് സപ്പോർട്ട് കൊടുക്കാനും ആ മേഖലയിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്നു. അതുവഴി കടന്നു പോയിട്ടുള്ള വാർഷിപ്പിൽ നിന്ന് ഈ ബ്രിട്ടീഷ് വ്യോമസേന ഈ F-35 ഒന്ന് പറത്തി ഒന്ന് പരീക്ഷിച്ചു. ഇതിന്റെ കപ്പാസിറ്റി എത്രയുണ്ട്, ഇന്ത്യയുടെ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന്. ആ സാധനമാണ് 1.5 മാസക്കാലം തിരുവനന്തപുരത്ത് കിടന്നത്. അവസാനം അത് കൊണ്ടുപോകാൻ അവർ പെട്ട പാട് അവർക്ക് തന്നെ അറിയാം. കാരണം വലിയ ചരക്ക് വിമാനം എത്തിച്ച് കൊണ്ടുപോകാനൊക്കെ പ്ലാൻ ചെയ്ത് അവസാനം അത് എങ്ങനെയൊക്കെ കൊണ്ടുപോയി. ആ കൊണ്ടുപോയത് ഇന്നും ദുരൂഹമായി തന്നെ തുടരുന്നു. എങ്ങനെയാണ് കൊണ്ടുപോയത്? പറത്തിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ തന്നെ ലോകമാധ്യമങ്ങൾ അടക്കം പറഞ്ഞു ഇത് ജാമിങ് ആണ് എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് സാധാരണഗതിയിൽ ഈ വിമാനത്താവളങ്ങളിൽ മറ്റ് രാജ്യങ്ങളുടെ വിമാനങ്ങൾ പെട്ടെന്ന് വന്ന് ലാൻഡ് ചെയ്യുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമായിരിക്കും. ഒന്നുകിൽ അവരുടെ ഇന്ധനം തീർന്നു പോവുക, ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും എറർ സംഭവിക്കുക, ഇതും അല്ലെന്നുണ്ടെങ്കിൽ അപകടങ്ങൾ എന്തെങ്കിലും വരിക, ഇല്ലെങ്കിൽ കാലാവസ്ഥ പെട്ടെന്ന് മോശമാകുക, ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ മാത്രമാണ്, അല്ലെങ്കിൽ ബോംബ് ഭീഷണികൾ എന്തെങ്കിലും വരിക, ഇങ്ങനെയാണ് സംഭവങ്ങൾ മാത്രമാണ് ഉണ്ടാകാറുള്ളത്. ഇതൊന്നും ഇതിലില്ല. ഇന്ധനം തീർന്നു പോയ കാര്യമില്ല, വേറെ ഒന്നുമില്ല. പെട്ടെന്ന് ഈ വിമാനം ഇവിടത്തേക്ക് വന്ന് ലാൻഡ് ചെയ്യുന്നു. കാരണം ലാൻഡ് ചെയ്യേണ്ടി വന്നതാണ് അവർക്ക്. കാരണം ഇതിനടുത്ത് വേറെ എങ്ങും പോയി ലാൻഡ് ചെയ്യാൻ അവർക്ക്, അതായത് തിരിച്ച് അവരുടെ ഷിപ്പിലേക്ക് പറക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അതായത് ആ ഷിപ്പിൽ നിന്ന് അവർ പറന്നു കയറുന്നിരുന്നു F-35. ഇങ്ങനത്തെ ഒരു നിരീക്ഷണമൊക്കെ നടത്തി കുറെ അഭ്യാസമൊക്കെ കാണിച്ച് തിരിച്ചു പോകാൻ കരുതിയിരുന്നവർക്ക് തിരിച്ചു പോകാനുള്ള വഴി അടച്ചു കളഞ്ഞു. അവിടെയാണ് അത് സംഭവിച്ചത്. തിരിച്ചു പോകാനുള്ള വഴി അടച്ചു കളയുക എന്ന് മാത്രമല്ല, പിന്നീട് അവർക്ക് ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറൊരു ഓപ്ഷൻ ഇല്ല. ഒരിക്കലും ഒരു രാജ്യം വന്നിട്ട് ഓപ്ഷൻ ചെയ്യത്തില്ലല്ലോ. നമ്മൾ പിടിച്ചുകൊണ്ട് വന്നതല്ല, അവർ വന്നിട്ട് ഇവിടെ വന്നിട്ട് അങ്ങനല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് അവിടെയും സംഭവിച്ചത് തന്നെയാണ്. അവർക്ക് തിരിച്ച് ഉള്ള കമ്മ്യൂണിക്കേഷൻ ജാമായി പോയി. അവർക്ക് അങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതുമാത്രവുമല്ല, ആ വിമാനം നമ്മുടെ കര തൊട്ടപ്പോഴേക്കും അത് ഫുള്ളി ജാമായി പോയി. അവിടെ നമ്മൾ കണ്ടതാണ്, അവിടെ നിന്നൊക്കെ വലിയ വലിയ ടെക്നീഷ്യന്മാരും ഈ കമ്പനിയുടെ ആൾക്കാരും ഒക്കെ വന്ന് രാപകല് പണിയെടുത്തിട്ട് പോലും അതൊന്നും ആകാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി. ഒരുപക്ഷെ UK ചോദിക്കാൻ കഴിയുമോ ഇന്ത്യ അടുത്ത്, നിങ്ങൾ ആണോ ഇത് ചെയ്തത്? അവർക്ക് എന്തായാലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. നിങ്ങൾ എന്താണ് ചെയ്തത്, അതൊന്നും മാറ്റിത്തരുമോ എന്ന് ചോദിക്കാൻ കഴിയില്ല. ഇതേ ടെക്നോളജി, ഇതേ സംഭവം, അതായത് ഈ തിരുവനന്തപുരത്ത് F-35 വന്നപ്പോൾ നാം എന്തൊക്കെയാണോ കേട്ടിരുന്നത്, സമാനമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യൻ വ്യോമാതിർത്തിക്ക് സമീപം പാകിസ്ഥാൻ വിമാനത്തിന് സംഭവിച്ചത്. ഈഗിൾ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വിമാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഏറ്റവും വലിയ ഒരു ആധുനിക സൗകര്യങ്ങളുള്ള വിമാനമാണെന്നാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതേ സാധനം തന്നെ, കഥയ്ക്ക് വ്യത്യാസമില്ല.
വിമാനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഒരിടത്ത് F-35 ആണെങ്കിൽ മറ്റൊരിടത്ത് ഈ സീ ഈഗിൾ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വിമാനമാണെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും ഈ ജാമിംഗ് ആണ് നടന്നിരിക്കുന്നത്, ഒരു ഇലക്ട്രോണിക് വാർഫെയർ ആണ്. അപ്പൊ അതിനകത്ത് നമ്മുടെ രാജ്യം ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. മുൻപൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയാവുന്നതിന് അപ്പുറത്തേക്ക് നാം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇതിനകത്ത് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ കോലാഹലങ്ങൾ ഉണ്ടാകുക എന്നുള്ളതല്ല, പാകിസ്ഥാനൊക്കെ യൂസ് ചെയ്ത വിമാനങ്ങൾ കൂടുതലും ചൈനയുടെയും അമേരിക്കയുടെയും ഒക്കെയാണ്. ഇത് അവർക്കാണ് അക്ഷരാർത്ഥത്തിൽ നാണക്കേടായത്. കാരണം പാകിസ്ഥാൻ സ്വന്തമായിട്ടൊന്നും ഇത്തരം വിമാനങ്ങൾ നിർമ്മിക്കുന്നൊന്നുമില്ല. ആ രാജ്യങ്ങൾക്ക് അതൊരു മാനക്കേട് മാറ്റുകയാണ്. നമുക്കറിയാം, അവിടുത്തെ ആണവ കിരാനാക്കുന്നുള്ള ആണവ കേന്ദ്രങ്ങൾ നമ്മൾ അടിച്ചു എന്ന് നമ്മളല്ല പറഞ്ഞത്, വിദേശ മാധ്യമങ്ങളാണത് പറഞ്ഞത്. കാരണം അതിന്റെ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് പിറ്റേ ദിവസം തന്നെ അമേരിക്കയുടെ വിമാനം പറന്നിറങ്ങും നമ്മൾ കണ്ടത്. അതിന് സമാനമായിട്ടുള്ള വലിയ നാണക്കേട് ഈ വിമാനം തന്ന രാജ്യങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷകൾ ഓരോ ദിവസവും അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇന്ത്യ ഏത് രീതിയിൽ പ്രതിരോധിക്കുമെന്ന് നമുക്ക് അറിയില്ല. ഇതാണ് അവസ്ഥയെങ്കിൽ നാളെ ഇവർക്ക് ഏത് ഫൈറ്റർ ജെറ്റ് പറത്തിക്കൊണ്ട് നമ്മുടെ ഇതിലേക്ക് വരാൻ കഴിയും? അങ്ങനെ ചില വിഷയങ്ങളും കൂടി ഇതിനകത്തുണ്ട്. ഇല്ലെങ്കിൽ അവരുടെ ഷിപ്പുകൾ ജാം ചെയ്യുന്ന രീതി, ഇത് ഈ ടെക്നോളജി റഷ്യ യൂസ് ചെയ്യാറുണ്ട്. റഷ്യ വളരെ പണ്ടായി യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളും ആ മേഖലയിലേക്ക് വളരെ മുമ്പേ കടന്നു കയറി എന്നുള്ളതാണ് അതിനകത്തെ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്.